ഗസ ലക്ഷ്യമാക്കി നീങ്ങിയ 12 പേർ 9 ദിവസം കടൽമാർഗം നടത്തിയ യാത്രയ്ക്കൊടുവിൽ ഗസയുടെ കര തൊടാനിരിക്കെ അവരെ ഇസ്രായേലി സൈന്യം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഫ്രീഡം ഫ്ലോട്ടിലൂടെ മദ്ലീൻ നൗക ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു. കപ്പലിൽ സഞ്ചരിച്ച ഗ്രെറ്റ തുൻബർഗ് ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകളെയും കസ്റ്റഡിയിലെടുത്ത് ഇസ്രായേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു സയനിസ്റ്റ് സൈന്യം. യുദ്ധക്കെടുതിക്ക് പുറമെ കടുത്ത ഉപരോധത്തിൽ ഭക്ഷണവും മരുന്നും ലഭിക്കാതെ മരണം മുന്നിൽ കാണുന്ന ഗസക്കാർക്കുള്ള സഹായവുമായി പുറപ്പെട്ട നൗകയാണ് മദ്ലീൻ. എന്നാൽ ലക്ഷ്യത്തിലേക്ക് ഏതാനും നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഇസ്രായേലി സൈന്യം കപ്പൽ വളഞ്ഞ് എല്ലാവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഫ്രീഡം ഫ്ലോട്ടില സംഘത്തിന് സംഭവിച്ചതെന്ത്? അവരുടെയും അവർ സഞ്ചരിച്ച മദ്ലീൻ്റെയും ഫ്രീഡം ഫ്ലോട്ടില ദൗത്യത്തിൻ്റെയും ഭാവി എന്താകും? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെ അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ നിന്നാണ് ഗസയിലേക്ക് മാനുഷിക സഹായവുമായി പുറപ്പെട്ട ഫ്രീഡം ഫ്ലോട്ടില കപ്പൽ ഇസ്രായേലി സൈന്യം പിടിച്ചെടുക്കുന്നത്. ഗസയിൽ നിന്ന് 100 നോട്ടിക്കൽ മൈൽ ഏകദേശം 185 കിലോമീറ്റർ അകലെ വെച്ചായിരുന്നു ഇസ്രായേൽ നാവികസേനാ കമാൻഡോകൾ കപ്പൽ കസ്റ്റഡിയിലെടുത്തത്. ആദ്യം ഇസ്രായേൽ ഡ്രോണുകൾ കപ്പൽ വളഞ്ഞു. അവയിൽ നിന്ന് പെയിന്റ് പോലെയുള്ള വെളുത്ത പൊടി കപ്പലിലേക്ക് വർഷിച്ചു. പിന്നാലെ ആശയവിനിമയ മാർഗങ്ങളെല്ലാം വിച്ഛേദിക്കുകയും കപ്പൽ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. അകത്ത് കയറിയ ഇസ്രായേലി കമാൻഡോകൾ തോക്ക് ചൂണ്ടി എല്ലാവരോടും ഫോണുകൾ ഒരിടത്ത് വെക്കാൻ നിർദ്ദേശിച്ചു. തുടർന്ന് എല്ലാവർക്കും വെള്ളവും സാൻഡ്വിച്ചും വിതരണം ചെയ്തു. കപ്പൽ പിന്നീട് ഇസ്രായേലിലെ അഷ്ദോദ് തുറമുഖത്തേക്ക് കൊണ്ടുപോയെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് നൗകയിലെ ആക്ടിവിസ്റ്റുകളെ കൊണ്ടുപോയതെന്ന് വ്യക്തമല്ല. എല്ലാവരെയും സ്വന്തം നാടുകളിലേക്ക് തിരിച്ചയക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റ് വിശദാംശങ്ങളോ ചിത്രങ്ങളോ ഒന്നും ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഒക്ടോബർ 7 ആക്രമണം ആസ്പദമാക്കി തയ്യാറാക്കിയ പ്രൊപ്പഗണ്ട ചിത്രം ഇവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചിട്ടുണ്ട്. സെമിറ്റിക് വിരുദ്ധയായ ഗ്രെറ്റയും ഹമാസിനെ പിന്തുണയ്ക്കുന്ന അവരുടെ സുഹൃത്തുക്കളും ശരിക്കും ആ സംഘടന എന്താണെന്ന് മനസ്സിലാക്കട്ടെ എന്നാണ് കാറ്റ്സ് എക്സിൽ കുറിച്ചത്. അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ വെച്ചാണ് ഫ്രീഡം ഫ്ലോട്ടില സംഘത്തെ ഇസ്രായേൽ കമാൻഡോകൾ കസ്റ്റഡിയിലെടുത്തതെന്ന് വ്യക്തമാണ്. അന്താരാഷ്ട്ര നിയമമനുസരിച്ച് സ്വന്തം ജലാതിർത്തിയിൽ മാത്രമേ സൈനിക ഓപ്പറേഷൻ ഉൾപ്പെടെ എന്ത് നടപടി സ്വീകരിക്കാനും ഓരോ രാജ്യത്തിനും അവകാശമുള്ളൂ. ആ പരിധിയും കടന്ന് അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ അതിക്രമിച്ചു കയറിയുള്ള ഏത് നടപടിയും കടൽക്കൊള്ളയായും നിയമവിരുദ്ധ പ്രവർത്തനവുമായാണ് കണക്കാക്കപ്പെടുക. സംഭവത്തിൽ തുർക്കി നടത്തിയ പ്രതികരണത്തിലും അക്കാര്യമാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഗസയിൽ നങ്കൂരമിടാൻ അനുവദിക്കാതെ കപ്പൽ പിടിച്ചെടുത്തത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമാണെന്നാണ് തുർക്കി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. സ്വതന്ത്രവും സുരക്ഷിതവുമായ സമുദ്ര സഞ്ചാരത്തിന് ഭീഷണി ഉയർത്തുന്ന ഹീനമായ നടപടിയാണ് നെതന്യാഹു ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതെന്നും അവർ പറഞ്ഞു. ഇസ്രായേൽ ഒരു ഭീകരരാഷ്ട്രമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നുവെന്നാണ് തുർക്കി കുറ്റപ്പെടുത്തുന്നത്. സമാന അഭിപ്രായമാണ് ഇറാനും പങ്കുവച്ചത്. അതേസമയം ഇസ്രായേൽ സ്ഥാനപതിയെ വിളിച്ച് പ്രതിഷേധം അറിയിക്കുകയാണ് സ്പെയിൻ. കപ്പലിലുണ്ടായിരുന്ന തങ്ങളുടെ 6 പൗരന്മാരെയും എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. യാത്രക്കാരെ ഇസ്രായേൽ കമാൻഡോകൾ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണെന്ന് ഫ്രീഡം ഫ്ലോട്ടില കൊളിഷൻ പ്രതികരിക്കുന്നു. ഇസ്രായേൽ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തന്റെ മോചനത്തിനായി സ്വീഡിഷ് സർക്കാരിനോട് സമ്മർദ്ദം ചെലുത്തണമെന്ന് നേരത്തെ തന്നെ ലൈവ് വീഡിയോയിലൂടെ ഗ്രെറ്റ തുൻബർഗ് അഭ്യർത്ഥിച്ചിരുന്നു. ഇസ്രായേൽ ഉപരോധങ്ങൾ ലംഘിച്ച് 2010 നടന്ന ഗസ ഫ്രീഡം ഫ്ലോട്ടില കപ്പൽ യാത്ര അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഫ്രീ ഗസ മൂവ്മെന്റ്, ടർക്കിഷ് ഫൗണ്ടേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, ഫ്രീഡംസ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് എന്നീ കൂട്ടായ്മകളായിരുന്നു ആ അസാധാരണ പ്രതിഷേധത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഫ്രീഡം ഫ്ലോട്ടില കൊളിഷനായി ഈ കൂട്ടായ്മ പിന്നീട് ആഗോളതലത്തിൽ വിപുലീകരിച്ചു. ഈ കൂട്ടായ്മയ്ക്ക് കീഴിലുള്ള മദ്ലീൻ നൗകയിലാണ് ഗ്രെറ്റയും ഫ്രാൻസിന്റെ യൂറോപ്യൻ പാർലമെന്റ് അംഗം റീമാ ഹസനും ഉൾപ്പെടുന്ന സംഘം ഗസയിലേക്ക് പുറപ്പെട്ടത്. ജൂൺ 2 ദക്ഷിണ ഇറ്റാലിയൻ നഗരമായ സിസിലിയിലെ കറ്റാനിയ തുറമുഖത്ത് നിന്നാണ് സംഘം യാത്ര തിരിച്ചത്. ആവശ്യമായ മാനുഷിക സഹായങ്ങൾ എത്തിക്കുക എന്നതിലുപരിയായി ഗസയിലെ മാനുഷിക ദുരന്തത്തിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ ക്ഷണിക്കുക കൂടിയാണ് സംഘം ദൗത്യത്തിലൂടെ ലക്ഷ്യമിട്ടത്. ഗ്രെറ്റയ്ക്കും റിമയ്ക്കും പുറമെ ജർമ്മനിയിൽ നിന്നുള്ള യാസ്മിൻ അജാർ, ബ്രസീലിൽ നിന്നുള്ള തിയാഗോ ആവില, ഫ്രഞ്ച് പൗരന്മാരായ ബാപ്റ്റിസ്റ്റ് ആന്ദ്രേ, ഒമർ ഫയ്യാദ്, പാസ്കൽ മൗറിയാരസ്, റെവേ വിയാർഡ്, നെതർലൻഡ്സിൽ നിന്നുള്ള മാർക്കോ വാൻറന്നസ്, സ്പാനിഷ് പൗരൻ സെർജിയോ തോറിബിയോ, തുർക്കിക്കാരനായ സയ്യോബ് ഒർദു എന്നിവരാണ് മദ്ലീനിൽ ഗസ ലക്ഷ്യമാക്കി തിരിച്ച മറ്റ് ആക്ടിവിസ്റ്റുകൾ. രാഷ്ട്രീയ, സാമൂഹിക, കലാ, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് ഇവരെല്ലാവരും. കഴിഞ്ഞ മാസം ഗ്രെറ്റയുടെ നേതൃത്വത്തിലുള്ള ആക്ടിവിസ്റ്റ് സംഘം ഫ്രീഡം ഫ്ലോട്ടില കപ്പലിൽ ഗസയിലേക്ക് തിരിക്കാനിരുന്നതാണ്. എന്നാൽ അതേ ലക്ഷ്യത്തോടെ ഗസയിലേക്ക് തിരിച്ച മറ്റൊരു ഫ്രീഡം ഫ്ലോട്ടില കപ്പൽ ആക്രമിക്കപ്പെട്ടതോടെ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. കോൺഷ്യസ് എന്നു പേരുള്ള കപ്പൽ ലക്ഷ്യമാക്കി മാൾട്ടയുടെ അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ വെച്ച് അജ്ഞാത സംഘം ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നു. ബോംബ് പതിച്ച് കപ്പലിന് തീപിടിക്കുകയും മുൻഭാഗം തകരുകയും ചെയ്തു. കോൺഷ്യസ് കപ്പൽ അപകടത്തിൽപ്പെട്ടതോടെ ആ യാത്ര തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുകയായിരുന്നു ഫ്രീഡം ഫ്ലോട്ടില സംഘം.